ലോകത്തെ ഏറ്റവും വലിയ സൈനിക സഖ്യമായ നാറ്റോ അഥവാ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന് 75 വയസ്സ് തികഞ്ഞു. അമേരിക്ക നേതൃത്വം നൽകുന്ന സഖ്യത്തിൽ 29 യൂറോപ്യൻ രാജ്യങ്ങളും 2 വടക്കേ അമേരിക്കൻ രാജ്യങ്ങളും 1 യുറേഷ്യൻ രാജ്യവും ഉൾപ്പെടെ 32 അംഗങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏറ്റവും ഒടുവിൽ അംഗങ്ങളായത് ഇത്രയും നാൾ നിഷ്പക്ഷത പുലർത്തി പോന്നിരുന്ന ഫിൻലൻഡും സ്വീഡനുമാണ്. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് വിഭാഗീയത രൂക്ഷമായി തുടരുന്നതിനിടെയാണ് നാറ്റോയുടെ പിറന്നാളാഘോഷം നടന്നത്. ലോകം യുദ്ധമുഖത്താണ്. അതിലേറ്റവും പ്രധാനം റഷ്യ-യുക്രൈൻ യുദ്ധമാണ്. യുദ്ധത്തിൽ ചോരപ്പുഴ ഒഴുകുമ്പോൾ അതിന് കാരണമായതാകട്ടെ ഒരു സൈനിക പ്രതിരോധ സംഘടനയും. അതാണ് US നേതൃത്വം നൽകുന്ന നാറ്റോ സഖ്യം. നാറ്റോ സഖ്യത്തിൽ ചേരാനുള്ള യുക്രൈന്റെ തീരുമാനമാണ് റഷ്യയെ ചൊടിപ്പിച്ചതും അത് ലോകത്തെ 2 ചേരികളിലാക്കിയ യുദ്ധത്തിലേക്ക് നയിച്ചതും. പരസ്പരം സൈനിക സഹകരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച സഖ്യത്തിലെ അംഗങ്ങൾക്കിടയിൽ ഇപ്പോൾ കടുത്ത വിഭാഗീയതയാണ്. ഈ അകൽച്ചയോടെ തന്നെയാണ് നാറ്റോ സഖ്യം 75ാം വാർഷികം കഴിഞ്ഞ വ്യാഴാഴ്ച ബ്രസൽസിൽ നടത്തിയത്. ആഘോഷ ചടങ്ങിൽ US വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെ അംഗരാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ പങ്കെടുത്തു. 75ാം വാർഷികം പ്രമാണിച്ച് ജൂലൈ 9 മുതൽ 11 വരെ വാഷിംഗ്ടണിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും ശക്തവും വിജയകരവുമായ സൈനിക സഖ്യത്തെ പടുത്തുയർത്താൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോളൻബർഗ് പറഞ്ഞു. In the beginning, we had 12 members. Today we are 32. So we must be doing something right. We have helped to spread peace, democracy and prosperity throughout Europe. ചടങ്ങിൽ പ്രത്യേക ക്ഷണിതാവായി യുക്രൈൻ പ്രതിനിധിയും പങ്കെടുത്തു. 2022 യുക്രൈനിൽ റഷ്യ ആരംഭിച്ച അധിനിവേശമാണ് നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ശക്തമാകാനിടയാക്കിയത്. റഷ്യയുടെ അയൽ രാജ്യങ്ങളായ ഫിൻലൻഡിന്റെയും സ്വീഡന്റെയും നാറ്റോ പ്രവേശത്തെ തുർക്കിയും ഹംഗറിയും ശക്തമായി എതിർത്തിരുന്നു. നാറ്റോ അംഗരാജ്യത്തെ റഷ്യ ആക്രമിച്ചാൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകേണ്ടി വരുമെന്ന സംഘടനാ ചട്ടമാണ് ഇരു രാജ്യങ്ങളെയും ആശങ്കപ്പെടുത്തിയിരുന്നത്. നാറ്റോ സഖ്യത്തിലായിരിക്കുമ്പോഴും ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബാന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടുള്ള അടുപ്പം നാറ്റോ നേതൃത്വത്തിന് പലപ്പോഴും വെല്ലുവിളിയായിട്ടുണ്ട്. 2ാം ലോക യുദ്ധത്തിന് ശേഷം 1949 ഏപ്രിൽ 4 ഒപ്പുവച്ച സൈനിക സഖ്യമാണ് നാറ്റോ. വാഷിംഗ്ടൺ ട്രീറ്റി എന്നും അറിയപ്പെടുന്ന നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി എന്ന ചരിത്രപ്രസിദ്ധമായ ഉടമ്പടിയാണ് നാറ്റോയുടെ രൂപവത്കരണത്തിന് അടിസ്ഥാനം. 12 അംഗരാജ്യങ്ങളുമായാണ് തുടക്കം. ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസ് ആണ് സഖ്യത്തിന്റെ ആസ്ഥാനം. സംയുക്ത സൈനിക ദൌത്യങ്ങളുടെ ആസ്ഥാനം ബെൽജിയത്തിലെ മൊൻസ് ആണ്. ഏതെങ്കിലും അംഗരാജ്യത്തിനെതിരെ ആക്രമണം ഉണ്ടാവുന്ന പക്ഷം പരസ്പരം സഹായിക്കാൻ മറ്റു രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ഉടമ്പടിയുടെ കാതൽ. അംഗരാജ്യങ്ങൾ പരസ്പരം ആക്രമിക്കാൻ പാടില്ല എന്നതും പ്രധാനം. 2ാം ലോക യുദ്ധത്തിന് ശേഷം സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയമായും യൂറോപ്യൻ രാജ്യങ്ങൾ തകർച്ചയിലായിരുന്നു. ഈ സാഹചര്യം മുതലാക്കി യൂറോപ്പിലേക്ക് സോവിയറ്റ് യൂണിയന്റെ കടന്നുകയറ്റം തടയുകയായിരുന്നു നാറ്റോ രൂപവത്കരണത്തിന്റെ മുഖ്യ ലക്ഷ്യം. ലോകത്തെ ശാക്തിക ചേരികളിൽ പലകുറി മാറ്റം മറിച്ചിലുകൾ ഉണ്ടായെങ്കിലും ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന സൈനിക സഖ്യം എന്ന പെരുമ നാറ്റോയ്ക്ക് സ്വന്തമാണ്. സെക്രട്ടറി ജനറലാണ് നാറ്റോയുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ. അദ്ദേഹമാണ് മുഖ്യ വക്താവും. നോർവേയുടെ മുൻ പ്രധാനമന്ത്രി ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. സഖ്യത്തിന്റെ 13ാം സെക്രട്ടറി ജനറലാണ് അദ്ദേഹം. നോർത്ത് അറ്റ്ലാന്റിക് കൌൺസിൽ അഥവാ NAC ആണ് നാറ്റോയുടെ ഉന്നത അധികാര സമിതി. എല്ലാ അംഗരാജ്യങ്ങൾക്കും ഈ സമിതിയിൽ പ്രാധാന്യമുണ്ട്. ആഴ്ചയിൽ 1 വീതമെങ്കിലും ചേരുന്ന സമിതിയുടെ യോഗത്തിലാണ് നാറ്റോയുടെ തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. പ്രതികൂല ഘട്ടങ്ങളെയും സഖ്യരാഷ്ട്രങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളെയും അതിജീവിച്ചാണ് നാറ്റോ നിലനിൽക്കുന്നത്. US ആധിപത്യത്തിനെതിരെ ഫ്രാൻസ് പലതവണ നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 1959 കേന്ദ്ര സൈനിക കമാൻഡിൽ നിന്ന് പുറത്തുപോയ ഫ്രാൻസ് തിരികെ എത്തിയത് 1993 നാറ്റോയ്ക്ക് ബദലായി 1955 പോളണ്ടിലെ വാഴ്സയിൽ സോവിയറ്റ് യൂണിയനും മധ്യ കിഴക്കൻ യൂറോപ്പിലെ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രാജ്യങ്ങളും ഒപ്പുവെച്ച ഉടമ്പടിയാണ്
വാഴ്സാ സഖ്യം. പശ്ചിമ ജർമ്മനി നാറ്റോയിൽ അംഗമായത് സോവിയറ്റ് യൂണിയനെ പ്രകോപിപ്പിക്കുകയും അത് വാഴ്സാ ഉടമ്പടിക്ക് കാരണമാകുകയും ചെയ്തു. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ 1991 വാഴ്സാ സഖ്യം ഇല്ലാതെയായി. ഇതോടെ കിഴക്കൻ യൂറോപ്പിലെ പല മുൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും നാറ്റോയിൽ അംഗമായി. ശീതയുദ്ധകാലത്ത് സൈനിക പോരാട്ടങ്ങളിൽ നാറ്റോ ഏർപ്പെട്ടിരുന്നില്ല. എന്നാൽ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തി എതിരാളികൾക്ക് മുന്നിൽ ശക്തി തെളിയിച്ചിട്ടുണ്ട്. ഇറാൻ, ബോസ്നിയ, സെർബിയ, കൊസോവ, മാസിഡോണിയ, അഫ്ഗാനിസ്ഥാൻ, തുർക്കി തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാറ്റോ സൈനിക ഇടപെടൽ നടത്തിയിട്ടുണ്ട്. തങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെ ചേർത്ത് നാറ്റോ സഖ്യം വികസിപ്പിക്കരുത് എന്നാണ് റഷ്യയുടെ ശക്തമായ നിലപാട്. എന്നാൽ യുക്രൈന് നാറ്റോ അംഗത്വം നേടാനുള്ള അവകാശമുണ്ടെന്നാണ് നാറ്റോ സഖ്യ നേതൃത്വത്തിന്റെ അവകാശവാദം. അങ്ങനെയാണെങ്കിൽ വാഴ്സാ സഖ്യത്തിലെ അംഗങ്ങളായിരുന്ന രാജ്യങ്ങളെ നാറ്റോയിൽ ചേർക്കരുതെന്ന് റഷ്യയും വാദിക്കുന്നു. എന്തായാലും 75 ആണ്ട് തികയുമ്പോൾ അനവധി വെല്ലുവിളികളാണ് നാറ്റോ നേരിടുന്നത്.